ഹായ്. അപ്പോൾ നമ്മൾ സെമിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി 2 മത്സരങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. എനിക്ക് തോന്നുന്നു മലയാളികൾ ഒത്തിരി ആഗ്രഹിച്ച ഒരു വിന്നായിരുന്നു നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ വർഷങ്ങളായിട്ട് മലയാളികൾ ആറ്റുനോറ്റിരുന്ന ഒരു ഇന്നിങ്സാണ് മലയാളികളുടെ പ്രിയ താരം ഇന്ത്യയുടെ സ്റ്റാർ റൈറ്റ് ബാറ്റർ സഞ്ജു സാംസണിൽ നിന്നും കഴിഞ്ഞ ദിവസം കിട്ടിയത്. ഇതൊരു ഡ്രീം കം ട്രൂ എന്ന് പറഞ്ഞ പോലെ, ഇതൊരു സ്വപ്ന സാക്ഷാത്കാരം പോലെ, സ്വപ്നമാണോ സ്റ്റിൽ ഡ്രീം ആണോ എന്നുള്ള ഒരു സംഭവത്തിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അത് ശരിക്കും സഞ്ജു അങ്ങനെ ഒരു ഇന്നിങ്സ്, ഇന്ത്യയുടെ മെയിൻ ആയിട്ടുള്ള ഒരു കളിക്ക് നല്ലൊരു ഇന്നിങ്സ്, വിജയത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്നിങ്സ് കളിക്കണം എന്നുള്ളത് എല്ലാ ആൾക്കാരും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഓഫ് കോഴ്സ് സഞ്ജു അത് ഉറപ്പായിട്ടും ആഗ്രഹിച്ചിട്ടുണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡ്രീം കം ട്രൂ എന്ന് പറഞ്ഞ പോലെ വിശ്വസിക്കാവോ വിശ്വസിക്കാൻ പറ്റില്ല, ഇതൊരു ഇങ്ങനെ തൊട്ടൊക്കെ നോക്കുന്ന പോലത്തെ ഒരു അനുഭവം നിറഞ്ഞ ഒരു കളി തന്നെയായിരുന്നു. പിന്നെ ഞാൻ അതിനു മുന്നേ അതിലേക്ക് കുറേ പറയാനുണ്ട്. അതിനു മുന്നേ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇന്ത്യ ശരിക്കും ഈ വേൾഡ് കപ്പ് അർഹിക്കുന്നുണ്ടോ എന്നുള്ളത്, ഇതുവരെ എത്തിയത് തന്നെ ഒരു അർഹതയുണ്ടോ എന്നുള്ളത് ഭയങ്കരമായ ഒരു ചോദ്യം തന്നെയാണ്. കാര്യം ഈ കളി, വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള കളി, ശരിക്കും നമ്മൾ ജയിച്ചത് നമ്മുടെ കഴിവ് കൊണ്ട് മാത്രമല്ല എന്നാണ് ഞാനത് വിശ്വസിക്കുന്നത്. വെസ്റ്റ് ഇൻഡീസിന്റെ ഡിഫൻസ് പോരായ്മ തന്നെയാണ് ഈ കളി ഇന്ത്യക്ക് കിട്ടാനുള്ള മെയിൻ കാരണങ്ങളിലൊന്നും. അതിൽ നമുക്ക് പറയാം. കാര്യം ഞാൻ ഇതിനു മുമ്പ് ഈ കളി തുടങ്ങുന്നതിന് മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസുമായിട്ട് ടോസ് കിട്ടിക്കഴിഞ്ഞാൽ ബോളിങ്ങേ എടുക്കാവുള്ളൂ, സെക്കൻഡ് ചേസിങ് ആയിരിക്കണം നമുക്ക് ആ കളിക്ക് എടുക്കേണ്ടി വന്നത്. അത് പറയാനുള്ള കാരണം അത് തന്നെയാണ്. ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്, അത് തന്നെയാണ് ഇന്ത്യ ജയിച്ചത്. അത് പറയാനുള്ള കാരണം, ഈ 194 എന്ന് പറഞ്ഞ സ്കോർ വലിയൊരു സ്കോറാണ്. ഇന്ത്യ എന്തുകൊണ്ട് അവർക്കെതിരെ ജയിച്ചെന്ന് പറഞ്ഞാൽ, ഇന്ത്യ എല്ലാവർക്കെതിരെയും ഈ സ്കോർ വെച്ച് ജയിക്കാൻ പോകുന്നില്ല. അവർക്കെതിരെ ജയിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് ഡിഫൻസ് പണ്ട് തുടങ്ങിയില്ല, അവർക്കൊരു സ്പിരിറ്റ് ഇല്ല ശരിക്കും. ഒരു ബാറ്റിങ്ങിൽ കുറച്ചും കൂടി ആ ഒരു ഇത് കാണിക്കും ചേസിങ്ങിൽ. ബട്ട് ബോളിങ്ങിലേക്ക് വരുമ്പോൾ, അവരത് ഡിഫൻസിലേക്ക് വരുമ്പോൾ അവരൊട്ടും അത് കാണിക്കാറില്ല. അതെനിക്ക് തോന്നുന്നു അത് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന് ഒരു സ്പിരിറ്റ് എങ്ങനെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒട്ടുമിക്ക ഏഷ്യൻ രാജ്യങ്ങൾക്കൊരു പ്രത്യേക സ്പിരിറ്റ് ഉണ്ട്. അത് അയൽ രാജ്യങ്ങളായിട്ടുള്ള കോമ്പറ്റീഷൻ ആയിരിക്കും. നമ്മുടെ അടുത്തടുത്ത വീടുകളുള്ള സ്ഥലങ്ങളിൽ മക്കൾ തമ്മിൽ, അമ്മമാർ തമ്മിൽ ഈഗോ ഇത് വരുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, ഒരു ചലഞ്ചിങ് ഡെവലപ്മെന്റ്സ് ഉണ്ടല്ലോ ഓട്ടോമാറ്റിക്. അത് ചില ആൾക്കാർക്ക് നടക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു അത് തന്നെയായിരിക്കും ഇവർക്കും ഉള്ളത്. പിന്നെ ഇവരുടെ രാജ്യം, ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞ രാജ്യം കുറേ ദ്വീപുകൾ ചേർന്നൊരു രാജ്യമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഡിഫറെൻറ്റ് കൾച്ചർ, അത് ഒരു സ്പിരിറ്റ്, ഒരു രാജ്യം എന്നുള്ള ഒരു സ്പിരിറ്റ് കുറയ്ക്കാനുള്ള സാധ്യതകളുള്ളതാണ് അങ്ങനെ വരുമ്പോൾ. അതേപോലെയാണ് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ ടീം പല സൈഡിൽ നിന്ന് വരുന്ന, പല കൾച്ചറിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അതൊരൊറ്റ രാജ്യമായിട്ട് നിൽക്കുന്ന ഒരു ഇതല്ല, ഒരു യുണൈറ്റഡാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഇംഗ്ലണ്ട് ടീമിന് ഇതേപോലെ ഒരു കളിക്ക് സാധാരണ മറ്റു ടീമുകളെ വെച്ച് നോക്കുമ്പോൾ ഒരു സ്പിരിറ്റ് കുറവായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഏഷ്യൻ രാജ്യങ്ങൾക്ക്, ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും നല്ല സ്പിരിറ്റാണ്. കാര്യം ഒറ്റ പ്ലോട്ടായിട്ട് കിടക്കുന്നതുകൊണ്ടാണോ അതോ ഈ അയൽ രാജ്യങ്ങളായിട്ടുള്ള കോമ്പറ്റീഷൻ ഈ പറഞ്ഞ പോലെ അതൊക്കെ വരുന്നതുകൊണ്ടാണോ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫൻസ് ഇവർക്ക് പണ്ട് തുടങ്ങി കുറവാണ്, ഇല്ല. അവർക്കൊരു ടീമായിട്ട് കളിക്കണമെന്നേ ഉള്ളൂ. അവർക്ക് അതിൻ്റെ അപ്പുറം ഒരു കളി ജയിക്കണം അങ്ങനെയുള്ള തീവ്രമായ ഒരു വികാരമൊക്കെ ഉണ്ടാകുന്ന തോന്നില്ല. പിന്നെ അവർ ജയിക്കുന്നത് മൊത്തം അവരുടെ കരുത്ത് കൊണ്ട്, സ്വാഭാവികമായ വിജയങ്ങൾ മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. കുറച്ചൊക്കെ അവർ ജയിക്കണമെന്ന് വിചാരിച്ചല്ലെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് പൊരുത്തിയത് അവരെ ആ 2020 വേൾഡ് കപ്പ് എടുത്ത സമയത്തുള്ള ആ ഒരു സമീയുടെ കീഴിലാണ്. അപ്പൊ അന്ന് ഗെയിലിന്റെ അകമഴിഞ്ഞ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഗെയില് കട്ടയ്ക്ക് സമീയുടെ കൂടെ നിന്നു. അത് ജയിക്കണമെന്നുള്ള ഒരു ഇത് ക്യാപ്റ്റനേക്കാളും കൂടുതൽ ഒരു താരം ആ ക്യാപ്റ്റനൊപ്പം നിന്നു. അവർ ജയത്തിന് ബാക്കി ഒരു കോർഡിനേഷൻ നടത്തിയെന്ന പോലെയാണ് എനിക്ക് അന്ന് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് തന്നെയാണ്, ആ ഒരു ഡിഫൻസ് ഇല്ലായ്മ ഇപ്പോഴും അവരുടെ ആ ടീമിലുണ്ട്. അവർ ഒരു 220 എടുത്താൽ പോലും അവർക്ക് ആ ഡിഫൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പിരിറ്റോ ബോളിംഗ് ഷാർപ്നെസ്സോ അവരുടെ കയ്യിലില്ല. ഇതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ ജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് എനിക്ക് തോന്നിയാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. മറിച്ച് ഇന്ത്യ ഒരു 200 എടുത്തോ അല്ലെങ്കിൽ 210 എടുത്താൽ പോലും ചേസിങ്ങിന് അവരെ വിട്ട് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അടിക്കും. കാര്യം അവരുടെ ബാറ്റിംഗ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അവരെത്ര ഈസി ആയിട്ടാണ് എല്ലാ ബോളേഴ്സിനെ നേരിടുന്നത്. നമ്മളറിയുമ്പോൾ അവരിങ്ങനെ നമ്മുടെ ഈ എന്താ പറഞ്ഞ
അതിമാനുഷിക മനുഷ്യന്മാരിങ്ങനെ നിൽക്കുന്ന പോലെ ക്രീസ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ്. നമ്മളെറിയണ ബോളൊന്നും അവർക്കൊന്നും ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ ഈ രാഷ്ട്രസന്മാരൊക്കെ ഈ ഇതൊക്കെ പറിച്ച് കഴിക്കുന്ന പോലത്തെ ഒരു വികാരത്തിലാണ് അവർ നിന്ന് ഏഷ്യൻ ഹോൾഡറൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ബുംറയെന്ന് എറിയണത് ഒന്നും അല്ലാതായിട്ട് നമുക്ക് തോന്നും. കാര്യം അത്രയും കരുത്തന്മാരാണ്. അത് ജസ്റ്റ് തൊട്ടാൽ മതി സിക്സുകളാണ്. അതുകൊണ്ട് തന്നെ ആ കളിക്ക് ഇഷ്ടംമാതിരി സിക്സ് പോയിട്ടുണ്ട് സാധാരണ ബാക്കിയുള്ള കളികളെക്കാൾ. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെ പോകുന്നു. പിന്നെ ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ ഇന്ത്യ ടീം കളി അർഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു കാര്യമാണ് അതിനകത്ത് പറയാനുള്ളത്. ഈ കളി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇന്ത്യ ജയിക്കാൻ വലിയ പാടാണ്. അതുകൊണ്ടാണ് സൗത്ത് ആഫ്രിക്കയെതിരെ ഡിറ്റോയാണ് ഒരു ഫൈനലി നമ്മൾ എന്താണ് നേരിടാൻ പോകുന്നുള്ളതിൻ്റെ ഡിറ്റോയായിരുന്നു സൗത്ത് ആഫ്രിക്ക കാണിച്ചു തന്നത്. വീണ്ടും ഇന്ത്യ അതിൽ നിന്ന് മാറിയിട്ടില്ല. അതിന് മെയിനായിട്ട് പറയേണ്ടത് ഇന്ത്യയുടെ ഫീൽഡിങ് വളരെ 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 മോശമായിട്ട് എനിക്ക് തോന്നി. 2-3 കളിക്കാരുടെ ഫീൽഡിംഗ് എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു. മെയിനായിട്ട് അഭിഷേക് ശർമ്മ ടാലൻ്റുള്ള ബാറ്റ്സ്മാനാണ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഓക്കെയാണ്. പക്ഷേ ഫീൽഡിങ്ങിന് വളരെ മോശമാണ്. പുള്ളിയുടെ ഫിറ്റ്നസ് ലെവൽ ബാക്കിയുള്ള കളിക്കാരെ വെച്ച് നോക്കുമ്പോഴുള്ള ഫിറ്റ്നസ് ലെവൽ ഒരു 6 പാക്ക് മോഡലിലൊക്കെ നിൽക്കുന്ന ഒരു ഫിറ്റ്നസ് ലെവൽ അത് പുള്ളിക്ക് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം പുള്ളി കുഴപ്പമില്ലാണ്ട് ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളുണ്ട്. പക്ഷേ ആളൊരു ഫിറ്റ് ആണോ എന്നുള്ളൊരു സംശയമുണ്ട്. ഇനി വയറിന് അസുഖം വന്ന് പോയതിൻ്റെയാണോ അത് അല്ലാത്ത വിഷയത്തിൻ്റെയാണോ ആള് ഫിറ്റ് അല്ലാന്ന് തോന്നി. കാര്യം ഈസി ക്യാച്ച് 30-35 റൺസ് ഉള്ളപ്പോൾ ബുംറയുടെ ബോളിൽ കിട്ടിയ ആ ഒരു ക്യാച്ച് കളഞ്ഞെന്ന് പറഞ്ഞാൽ ഈസി ക്യാച്ച് ആയിരുന്നു. അവിടെ ഫസ്റ്റ് ബ്രേക്ക് ത്രൂ നമുക്ക് നഷ്ടമായി. ആ ഒരു ബ്രേക്ക് ത്രൂ കിട്ടേണ്ട സമയത്ത് കിട്ടണം. കാര്യം ബുംറയുടെ ബോളിംഗ് ആണ്. ബുംറയ്ക്ക് ഒരു ബ്രേക്ക് ത്രൂ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത വരാൻ പോകുന്ന ബാറ്റ്സ്മാനെയും ബുംറ അവിടെ കുഴപ്പിക്കും. ഓക്കെ, അത് കുറച്ച് വൈകിപ്പോയി, അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതങ്ങനെ പോയി. പിന്നീട് മിസ് ഫീൽഡുകൾ ഈ ആർഷദീപ് സിംഗ് ഒക്കെ ഏറ്റവും വെറുത്തുപോയി. അങ്ങനെ ഒത്തിരി മിസ് ഫീൽഡുകൾ കാര്യങ്ങൾ. പിന്നെ അഭിഷേക് ശർമ്മ വീണ്ടും ക്യാച്ച് കളഞ്ഞു. 2 ക്യാച്ചാണ് അഭിഷേക് ശർമ്മ കളഞ്ഞത്. അത് ഈ ഫിറ്റ്നസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മിസ് ഫീൽഡുകൾ കുറേ സംഭവിച്ചു. ബുംറ ഒരു വിധം പിടിച്ച് എറിഞ്ഞുകൊണ്ട് വരുമ്പോൾ അവിടെ നിന്ന് മിസ് ഫീൽഡ് പുള്ളിയും മടക്കുന്നുണ്ട്. പുള്ളി ഇങ്ങനെ എന്തൊക്കെയാണ് കാണിക്കണം എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പോകുന്നു ഇന്ത്യയുടെ ഫീൽഡിങ്ങിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. അതിനിടയ്ക്ക് ഞാൻ ഈ കളി ത്രൂ ഔട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ, ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ ബാറ്റിംഗ് സഞ്ജു അടിച്ച് തകർത്തു, ഇന്ത്യ ജയിച്ചു. ബാറ്റിങ്ങിന് മുന്നേ തന്നെ ഇന്ത്യയുടെ ബോളിംഗ് സമയത്ത് തന്നെ ഒരു പോസിറ്റീവ് വൈബ്, എന്തോ ഒരു പ്രത്യേകത സഞ്ജുവിൽ തോന്നിയ ഒരു നിമിഷമായിരുന്നു ഇത്. കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ മൊത്തത്തിൽ എനിക്ക് മടുപ്പായിട്ട് തോന്നി. പല ഫീൽഡർമാരും വളരെ മോശം, ബോളിങ് വളരെ മോശം. ഹാർദിക് പാണ്ഡ്യയൊക്കെ എന്തായിരുന്നു കൂട്ടുന്നത്, വൈഡുകളോട് വൈഡുകൾ. അത് പേടിച്ചിട്ട് നേരെ എറിഞ്ഞ് അടിമേടിക്കുമെന്ന് പേടിച്ചിട്ട് വൈഡുകൾ എറിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ, ഇങ്ങനെയൊക്കെ അവസ്ഥയിൽ നിന്നപ്പോൾ പോലും വളരെ ആശ്വാസമായിട്ട് തോന്നിയത് സഞ്ജുവാണ്. ഈ ബോളർമാർ ബാറ്റ്സ്മാൻമാരെ പേടിച്ച് ഒരേ എറിഞ്ഞ് അവിടെ ഇവിടെ വിടുമ്പോഴും സഞ്ജു ആ ബാക്കിൽ നിന്ന് എത്രത്തോളം ഡൈവ് ചെയ്തിട്ടാണ് അതൊക്കെ ബൈ 4 പോകാണ്ടൊക്കെ തടഞ്ഞെന്നറിയാവും. ഒത്തിരി ആ ഒരു കളിയിൽ വളരെ പോസിറ്റീവായിട്ട് തോന്നിയ ഒരാൾ സഞ്ജുവാണ്. സഞ്ജുവിന് ഒത്തിരി ത്രൂ ഔട്ട് എനിക്ക് അത് തോന്നിയായിരുന്നു ഈ ഒരു കളിയിൽ. അത് ബാറ്റിങ്ങിലേക്ക് വന്നപ്പോൾ ആ തോന്നിയത് വെറുതെ അല്ല എന്ന് മനസ്സിലായി. പിന്നെ ഒരാൾ സൂര്യകുമാർ യാദവാണ്. വളരെ നന്നായിട്ട് ആ ഒരു എടുത്തിരിക്കണ ആ ഒരു റണ്ണിങ് ക്യാച്ചൊക്കെ എന്ന് പറഞ്ഞാൽ നിസ്സാര ക്യാച്ചല്ല, അത് വളരെ സൂപ്പർവായിരുന്നു. റണ്ണിങ് ക്യാച്ച് 2 എടുത്തിട്ടുണ്ട്. ഒന്ന് സൂര്യകുമാർ എടുത്തു, പിന്നെ അവരുടെ ടീമിൽ ഹെറ്റ്മെയർ ശരിക്കും ഈ തടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഫ്ലെക്സിബിളാണ്. ആളെ എടുത്ത ക്യാച്ചുകൾ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ പോകും. അപ്പോൾ ഇതാണ് ഫീൽഡിങ്ങിൽ ടോട്ടൽ സംഭവിച്ചത്. പിന്നെ കിഷനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫീൽഡ് ചെയ്തു. പക്ഷേ ഫീൽഡിങ് വളരെ മോശം തന്നെയായിരുന്നു. ഈ ഒരു ഫീൽഡിങ് ഇത്ര നാൾ ഈ ഒരു കുഴപ്പമില്ലായിരുന്നു. ഫീൽഡിങ് വളരെ ടൈറ്റായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ് കോഹ്ലിയുടെ കീഴിലും മറ്റവരുടെ കീഴിലൊക്കെ. പക്ഷേ ഇതിപ്പോൾ വളരെ മോശമാണ്. ഇപ്പോൾ അഭിഷേക് ശർമ്മ ടാലൻ്റ് ഉണ്ട്. ഇപ്പോൾ രോഹിത് ശർമ്മനെ പോലെ ഹൈലി ടാലൻറ്റഡ് ആണ് ബാറ്റിങ്ങിൽ. ബട്ട് രോഹിത് ശർമ്മ നല്ല ഫീൽഡർ കൂടിയായിരുന്നു. പുള്ളിനെ കണ്ടാൽ പറയത്തില്ല പുള്ളി അങ്ങനെ ഫീൽഡ് ചെയ്യുന്നു, പക്ഷേ നല്ല ഫീൽഡറായിരുന്നു. അതിൻ്റെ അത്രയൊന്നും അപ്പോൾ ആ രീതിക്ക് ഇപ്പോൾ ഇന്ത്യയുടെ നിലവിലത്തെ ഒരു ഫീൽഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് അഭിഷേക് ശർമ്മയുടെ ബാറ്റിംഗ് മാത്രം ഓക്കെ, ഫീൽഡിങ് അതിലേക്ക് വന്നില്ലെങ്കിൽ പ്രശ്നം തന്നെയാണ്. അപ്പം അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. ഇന്ത്യ ഈ ഒരു ടാർഗറ്റിലേക്ക് എത്തിയത് നമുക്കറിയാം. വലിയ പ്രഹരങ്ങളൊന്നും ഫ്രണ്ടിൽ തന്നെ ഇല്ലായിരുന്നു. എന്നിട്ട് പോലും അഭിഷേക് ശർമ്മ വിക്കറ്റ് കളഞ്ഞു വിളിച്ചത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. കാര്യം ഈഗോയാണോന്നറിയില്ല. അഭിഷേക് ശർമ്മ വീശുന്നതൊന്നും അങ്ങനെ കിട്ടുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് സഞ്ജു 1-2 സിക്സ് അടിച്ചു ആ ഒരു ഓവറിൽ. ആ ഓവറിൽ മാക്സിമം റൺസ് ഇന്ത്യക്ക് കിട്ടി കഴിഞ്ഞു. 10-16 റൺസ് അവരുടെ ഒരു ഓവർ കിട്ടി. 3ാമത്തെ ഓവറാണ് 4ാമത്തെ ഓവർ പറ്റിയാണ് 3ാമത്തെ ഓവറാണ്. അവസാന ബോളിലേക്ക് പോകുന്നു അഭിഷേക് ശർമ്മ എടുത്ത ആ ഒരു വിക്കറ്റ് പോണ ആ ഒരു ഹിറ്റ്, അത് ശരിക്കും ഉണ്ടല്ലോ, ആ ബോളിൽ അടിക്കരുതായിരുന്നു.
അടിക്കരുതാത്ത ഒരു ബോളെ പുള്ളി എന്തുകൊണ്ട് വീശിയെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഈഗോ ആണെന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം സഞ്ജു അടിച്ചു, ഞാനും കൂടി അടിക്കണം എന്നുള്ള രീതിയിലുള്ള, അത് ബോൾ വരുന്നതിന് മുന്നേ പുള്ളി അതിന്റെ ഇന്റൻഷൻ ഉണ്ടായിരുന്നു അടിക്കാനുള്ളത്. ആ ബോൾ ശരിക്കും താഴെയാണ് വന്നത്. അതാണ് പ്രശ്നം. നമ്മൾ ഓൾറെഡി ഇന്റൻഷൻ എടുത്ത് വെച്ച് അടിക്കണം എന്നുള്ളത്. ആ ബോൾ ജഡ്ജ് ചെയ്യാണ്ട് വീശിയതാണ് ആ വിക്കറ്റ് പോയത്. അത് ഒരിക്കലും എടുക്കരുതാത്ത ഷോട്ടാണ് ആ സമയത്ത്. പ്രത്യേകിച്ച് ഓൾറെഡി ആ ഓവറിൽ വേണ്ട റൺസ് കിട്ടിയിട്ടുമുണ്ട്. വെറുതെ ഒരു ഈഗോ ക്ലാസ്സിൽ ചെയ്തൊരു പരിപാടി പോലെ എനിക്ക് തോന്നി. വളരെ മോശം ആറ്റിറ്റ്യൂഡ്, ഇറസ്പോൺസിബിൾ പ്ലേ ആണ് കാണിച്ചത്. വിക്കറ്റ് കളഞ്ഞു വിളിച്ചതാണ്. ഈ ഒരു അവസ്ഥയിൽ ഇത്രയും വിക്കറ്റ് കളഞ്ഞു വിളിക്കാൻ മാത്രമല്ല, ഇത്ര കോൺഫിഡൻസ് ടീമിൽ താൻ സ്ഥിരമാണെന്നുള്ള കോൺഫിഡൻസിന്റെ ആണ്. ശരിക്കും അത് ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ ഒരു അത് നിങ്ങൾ കളി കണ്ടാൽ മനസ്സിലാവും. അത് ഇന്റൻഷനോട് കൂടി തന്നെ എടുത്ത് വീശിയൊരു ഹിറ്റാണത്. അതിന്റെ ആവശ്യമില്ലായിരുന്നു. ബോൾ ജഡ്ജ് ചെയ്യാണ്ട് എടുത്ത ഒരു ഹിറ്റാണത്. അതിന്റെ ഒരു ആവശ്യം അവിടെ നിലവിലില്ലായിരുന്നു. കളഞ്ഞു വിളിച്ച വിക്കറ്റാണ്. ഈ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ആ വിക്കറ്റ് കളഞ്ഞതിനുള്ള ശരിക്കും ക്രിട്ടിസൈസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അടുത്ത വരുന്ന കിഷൻ എടുക്കുന്ന ഷോട്ടുകളെല്ലാം സൂപ്പറാണ്. ഞാൻ ഇതിനു മുമ്പ് കിഷനെ പറ്റി ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. കിഷൻ എല്ലാ സീസണിലും, നിങ്ങൾ പണ്ട് തുടങ്ങി കിഷന്റെ റെക്കോർഡ്സ് നോക്കി അറിയാം, കിഷൻ ആദ്യത്തെ 2-3 കളിയൊക്കെ നല്ല വെടിക്കെട്ടായിട്ട് നടന്നു. പിന്നീട് അങ്ങോട്ട് ആളിങ്ങനെ സഞ്ജു IPL ചെയ്യണ പോലെ പിന്നീട് അങ്ങോട്ട് ഡൗൺ ആയി പോകും. ഞാനിത് പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ വിക്കറ്റ് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ടാലന്റാണ്, ഹൈലി ടാലന്റാണ്. എടുക്കണ ഏത് ഷോട്ടും, പുള്ളി വിക്കറ്റ് പോകുന്ന ഷോട്ട് ഉൾപ്പെടെ, ക്യാച്ചാണ് കൊടുക്കണമെങ്കിൽ ക്യാച്ച്, അത് കൊടുക്കുന്ന ആ ഷോട്ട് ഉൾപ്പെടെ നിങ്ങൾക്ക് പുള്ളി ഒരിക്കലും മോശം കളിക്കാനാണെന്നോ ഹോം ഔട്ടായിട്ടുള്ള കളിക്കാനാണെന്നോ പറയാൻ പറ്റില്ല. അത്രയും ക്ലീനായിട്ട് പെർഫെക്റ്റ് ഹിറ്റാണ്. പക്ഷേ വിക്കറ്റ് കളയും. അപ്പോൾ ഇറസ്പോൺസിബിലിറ്റി പുള്ളിയുടെ കാര്യത്തിൽ വളരെ കൂടുതലാണ്. പുള്ളിനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു താരമാണ്. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കണം. ബാക്കിയൊക്കെ ഓക്കെയാണ് കേട്ടോ. ആ വിക്കറ്റ് പോകുന്നു. പിന്നീട് സഞ്ജു അവിടെ ക്യാരി ചെയ്ത് പോകുന്നു. സൂര്യകുമാർ റെസ്പോൺസിബിലിറ്റീസ് പ്ലേ ചെയ്തു. കുഴപ്പമില്ലാണ്ട് കാര്യങ്ങൾ കൊണ്ടുപോയി. പുള്ളിയുടെ യൂഷ്വലായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത് തിലക് വർമ്മയാണ്. പെർഫെക്റ്റ്. ഇന്ന് ഇന്ത്യൻ ടീമിലുള്ള ഏറ്റവും ക്ലാസ് മാസ് പ്ലെയർ എന്ന് പറയുന്നത് തിലക് വർമ്മയാണ്. ഇന്ത്യൻ ടീമിന്റെ ബാലൻസിങ് പ്ലെയർ എന്ന് പറയുന്നത് നിലവിൽ തിലക് വർമ്മയാണ്. പുള്ളി എടുക്കുന്ന ഓരോ ഷോട്ടും, ഇപ്പം ഈ ആദ്യത്തെ 2-3 കളി പോട്ടെ, ലാസ്റ്റ് കളിയും അതിന് മുന്നത്തെ കളിയും പുള്ളിക്കെതിരെ ക്രിട്ടിസൈസ് കൂടിക്കൊണ്ടിരുന്ന സമയത്ത് പുള്ളി എടുത്ത് അങ്ങോട്ട് വന്ന് പുള്ളിയുടെ ആ ഒരു കെട്ട് പൊട്ടിച്ച്, ആ മൂടപ്പെട്ടിരിക്കുന്ന കെട്ടങ്ങോട്ട് പൊട്ടിച്ചെടുത്ത ആ ഒരു കളി എല്ലാ സൈഡിലും, ഓഫ് ടെമ്പിൾ, സ്ക്വയർ കട്ട്, എക്സ്ട്രാ കവർ, മിഡോൺ, ലോങ്ങോ, അങ്ങനെയുള്ള ലെഗ് സ്റ്റമ്പ്, ഫ്ലിക്ക്, സ്കൂപ്പ് ഷോട്ടുകൾ, ബെൻഡിങ് ഷോട്ടുകൾ, ഇതെല്ലാം സൂപ്പർവാണ്, എക്സ്ട്രീമിൽ സൂപ്പർവാണ്. അത് പുള്ളി എന്തുകൊണ്ടാണ് ഒരു പെർഫെക്റ്റ് പ്ലെയർ, അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിലെ നിലവിലത്തെ ഏറ്റവും പെർഫെക്റ്റ് പ്ലെയർ നമുക്ക് പുള്ളിയാണ്. പുള്ളി എടുക്കുന്ന ഷോട്ടുകളെല്ലാം കറക്റ്റാണ്. ആ അടുത്ത വിക്കറ്റ് പോയ ഷോട്ട് പോലും ജസ്റ്റ് മിസ്സാണ്. ബട്ട് പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പം കഴിഞ്ഞ 2 കളിയിൽ നോക്കിയാൽ അറിയാം, സൂപ്പർവാണ്. ആ ബാറ്റിങ്ങിൽ ഒരു പിഴവും നമുക്ക് കാണാനില്ല എന്നുള്ളതാണ്. സൂപ്പറായിട്ടുണ്ട്. അത് ശരിക്കും നമുക്കൊരു പ്രതീക്ഷ നൽകുന്നതാണ്. പിന്നെ സഞ്ജു, ഇതിൻ്റെ കൂട്ടത്തിൽ സഞ്ജു ഇങ്ങനെ തൻ്റെ സ്കോർ നല്ല രീതിയിൽ ആവശ്യമുള്ള സമയത്ത് ഹിറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് സഞ്ജു പുതിയതായിട്ട് എന്തെങ്കിലും ഷോട്ട് എടുത്തോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. സ്വീപ്പ് ഷോട്ട് എടുത്തിട്ടുണ്ട്, അതൊക്കെ സഞ്ജു എടുക്കുന്ന ഷോട്ടുകളാണ്. പിന്നെ ലൂസ് ബോൾ, ഷോർട്ട് ബോളുകൾ എടുക്കുന്ന ഹിറ്റ്, അത് യൂഷ്വലി എടുക്കുന്നതാണ്. ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുക, എക്സ്ട്രാ കവറിലേക്ക് 6 അടിച്ചിട്ടുണ്ട് സ്ലോ ബോളിൽ, അത് സഞ്ജു സ്ഥിരമായിട്ട് എടുക്കുന്നതാണ്. 2-3 എണ്ണം ജസ്റ്റ് ഇങ്ങനെ ബാറ്റിന്റെ ഫേസ് ഉപയോഗിച്ച് ഇങ്ങനെ ഓഫ് ടെമ്പിലേക്ക് 2-3 എണ്ണം ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ക്വയർ കട്ട് ഷോട്ടുകൾ 2-3 എണ്ണം 4ലേക്ക് വന്നിട്ടുണ്ട്. അത് പുള്ളി ഫോം ആകുമ്പോൾ എടുക്കാറുള്ളത് തന്നെയാണ്. പുതിയതായിട്ട് ഷോട്ടുകളൊന്നും വന്നിട്ടില്ല. ബട്ട് പുള്ളി എടുത്തിരിക്കണം, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പുള്ളിയേക്കാളും കഴിവുള്ള ആൾക്കാർ ഇന്ത്യൻ ടീമിൽ ഇഷ്ടംമാരുണ്ട്. കിഷൻ ഉൾപ്പെടെ ആൾക്കാരുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അവർ ടീമിലില്ലാണ്ട് സഞ്ജു ടീമിലുണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ രാജസ്ഥാൻ റോയൽസിനെ പോലത്തെ ഒരു ടീം, ഒരു ഫ്രാഞ്ചൈസി സഞ്ജുവിന് ഇത്രയും വർഷം ഹോൾഡ് ചെയ്തു, ചെന്നൈ പോലത്തെ ഒരു ടീം എന്തുകൊണ്ട് സഞ്ജുവിനെ എടുക്കണം എന്ന് പറഞ്ഞാൽ 100% ആത്മാർത്ഥതയുള്ളൊരു കളിക്കാൻ. പുള്ളി ചിലപ്പോൾ ലൈഫിലുള്ള ഡിസിപ്ലിനോ പുള്ളി വളർന്ന സാഹചര്യമൊക്കെയാണ് പുള്ളീനെ കേൾപ്പിക്കുന്ന കാര്യങ്ങൾ പുള്ളി വളരെ അച്ചടക്കത്തോടെ ഒരു കുട്ടി ചെയ്യണ പോലെ ആത്മാർത്ഥമായിട്ട് പുള്ളി ചെയ്യും. അങ്ങനെയുള്ള പ്ലേയേഴ്സ് കുറവാണ്. പുള്ളി ആത്മാർത്ഥമായിട്ട് ചെയ്തത് കൊണ്ട് തന്നെയാണ് ഇന്ത്യ കഴിഞ്ഞ ദിവസം കളി ജയിച്ചത്. പുള്ളി എടുത്ത 50 ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ പലരും വിചാരിച്ചിട്ടുണ്ടാവും പുള്ളി ഇനി ബാറ്റ് എടുത്ത് വീശി പുള്ളിക്ക് പിടിച്ചിരിക്കാനുള്ള സ്കോറായി, അടുത്ത കളിക്ക് പുള്ളീനെ ടീമിലെടുക്കാനുള്ള കാരണമായി. പുള്ളി ബാറ്റ് വീശിയിട്ടൊന്നുമില്ല. പുള്ളി ആ 50ക്ക് ശേഷം എടുത്ത ആ 2-3 സ്ട്രൈക്ക് റൊട്ടേഷൻസ്, പുള്ളി എടുത്തിരിക്കുന്ന വളരെ കാമായിട്ടുള്ള പുള്ളിയുടെ നിശ്ചയദാർഢ്യം സൂചിപ്പിക്കുന്ന ആ ഒരു ഡ്രൈവുകളൊക്കെ കണ്ടാൽ തന്നെ അറിയാം. അതിൽ കമന്റേറ്റർ പറയുന്നുണ്ടായിരുന്നു, പുള്ളി എടുക്കുന്ന പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് നോക്കും, പുള്ളിക്ക്
ഇതൊന്നും അല്ല, ഒരു 50 അല്ല, ഇനിയും തനിക്ക് ഒത്തിരി ആ കളിയിൽ ചെയ്യാനുണ്ട്, ടീമിലെ വിജയത്തിലേക്ക് എത്തിക്കാനും. ആ ഒരു നിശ്ചയദാർഢ്യം പുള്ളി അത് ത്രൂ ഔട്ട് കാണിച്ചു. ശരിക്കും പുള്ളി അർഹിച്ചത്, ഇന്ത്യൻ ടീം അർഹിച്ചത്, അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിനെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, ബാക്കിയുള്ളവരെയും കൂടി ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, എന്താണ് റെസ്പോൺസിബിലിറ്റി എന്ന് കാണിച്ചു കൊടുക്കാൻ ദൈവമായിട്ട് സഞ്ജുവിൻ്റെ ഒരു അവസരം കൊടുത്തു, അല്ലെങ്കിൽ ദൈവമായിട്ട് സഞ്ജുവിൻ്റെ ഒപ്പം നിന്നു. കാര്യം സഞ്ജുവിൻ്റെ ചലഞ്ചസ് ആയിട്ട് സാധാരണ കളിക്ക് സംഭവിക്കുന്ന പോലെ ക്യാച്ച് കളയലോ അല്ലെങ്കിൽ എഡ്ജ് കയറി പോവോ, ഓഫ് സ്റ്റംപിലേക്ക് ഓഫ് സ്റ്റംപിലേക്ക് വീശുമ്പോൾ ലെഗ് സ്റ്റംപിലേക്ക് ഇൻസൈഡ് എഡ്ജ് കയറണോ, അങ്ങനെയൊക്കെ സാധാരണ കാണാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യമൊന്നും സഞ്ജുവിന് ഒട്ടും വന്നിട്ടില്ല. ഒരു പെർഫെക്റ്റ് ഇന്നിങ്സ് ആയിട്ട് തന്നെ അത് കൂട്ടാം. പിന്നെ ഒരു റിസ്ക് ഷോട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം എടുത്ത ഒരു ഷോട്ടിൽ ഒരു എഡ്ജ് കയറിപ്പോയി, ഒരു സ്ലോ കട്ടർ ബോളിൽ എഡ്ജ് കയറി ബാക്കിലേക്ക് ഒരു ബൗണ്ടറി പോയി. അത് മാത്രമാണ് ഒരു ചാൻസ് എന്ന രീതിയിൽ പറയാനുള്ളൂ. ബാക്കിയെല്ലാം പെർഫെക്റ്റ് ഷോട്ടായിരുന്നു. വളരെ കരുതലോടുകൂടി, വളരെ ഇൻറ്റൻഷനോടുകൂടി, വളരെ സിൻസിയറായിട്ട് പുള്ളി അത് ബാറ്റ് ചെയ്തു. പുള്ളിയുടെ ആ സിൻസിയറിറ്റി തന്നെയാണ് എല്ലാ ടീമും കണ്ടുപിടിക്കേണ്ടത്. കേട്ടോ, കഴിവല്ല, പുള്ളിയുടെ ആത്മാർത്ഥതയാണ്. ആത്മാർത്ഥതയിലൂടെ ഒരാൾക്ക് തൻ്റെ സ്കില്ലുകൾ ഡെവലപ്പായി കൊണ്ടുപോകും. ആദ്യം വേണ്ടത് മൈൻഡ് സെറ്റാണ്. മൈൻഡ് ഓക്കെ ആണെങ്കിൽ സ്കില്ലുകൾ ഓട്ടോമാറ്റിക് ഡെവലപ്പ് ആവും. അത് സഞ്ജു കാണിച്ചു തരുന്നൊരു പാഠം കൂടിയാണ്. പിന്നെ ഹാർദിക് പാണ്ഡ്യയുടെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഹാർദിക് പാണ്ഡ്യ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ബോളിങ്ങിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ബാറ്റിങ്ങിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇത് പുള്ളി ഇത്ര എഫേർട്ട് ഇടുന്നതുകൊണ്ടുള്ള സ്ട്രെയിൻ ആണോ എന്നറിയില്ല. ബാറ്റിങ്ങിൽ പുള്ളീനെ പലരും പഠിച്ചെന്ന പോലെയാണ്. അത് പുള്ളി ഓഫ് ടെമ്പിലേക്കൊന്നും എടുക്കുന്നില്ല. ഓഫ് ടെമ്പിൾ എടുക്കേണ്ട ഷോട്ട് പുള്ളി ആ ഹാർഡ് ഹിറ്റിങ്ങിന്റെ മൈൻഡ് സെറ്റിൽ നിന്നിട്ട് പുള്ളിക്ക് എഡ്ജ് കയറി ഇൻസൈഡ് എഡ്ജ് ബൗൾഡ് ആകാൻ സാധ്യതയുള്ള പല ഹിറ്റുകളും പുള്ളി എടുക്കുന്നുണ്ട്. പുള്ളി ആ ഔട്ടായ ബോൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. പുള്ളിക്ക് വെറും ലെഗ് സ്റ്റംപ് പ്ലെയറായിട്ട് മാത്രം ഹാർദിക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ഓപ്പോസിഷൻ ബോളേഴ്സിന് കൊടുക്കും വിക്കറ്റ് കളയാനുള്ളത്. കാര്യം ഓഫ് ടെമ്പിൾ ചെല്ലുന്ന ബോളെല്ലാം പുള്ളി ക്രോസ് ബാറ്റ് വീശി ലോങ് ഓണിൽ ഔട്ടാവുകയാണ്, ലോങ് ഓഫിൽ ഔട്ടാവുകയാണ്. അപ്പോൾ ആ ഒരു ചാൻസ് ഭയങ്കര പ്രശ്നമാണ്. പുള്ളി എപ്പോഴും വിക്കറ്റ് കളയണ ആ ഏരിയയിൽ തന്നെ വീണ്ടും വിക്കറ്റ് കളയാനുള്ള ഒരു ത്വര ഇപ്പോഴും കാണിക്കുന്നുണ്ട്. പുള്ളി ഒരു കാലത്തൊക്കെ പുള്ളി ഓഫ് ടെമ്പിലേക്ക് എക്സ്ട്രാ കവറിലേക്ക് എടുത്തിരിക്കുന്ന ആ സിക്സറുകൾ വന്നില്ലെങ്കിൽ പുള്ളിയുടെ വിക്കറ്റ് ഭയങ്കര പ്രശ്നമാണ്. മിഡിൽ ഓർഡർ ഭയങ്കര റിസ്ക് ആണെന്ന് എനിക്ക് കഴിഞ്ഞ ദിവസം കൂടി കളി കണ്ടപ്പോൾ മനസ്സിലായി. ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതേപോലെ പിന്നെ വരുന്നതാണ് ശിവം ദുബെ. നല്ല പ്ലെയറാണ് പുള്ളി, ക്ലീനാണ്, വളരെ ക്ലീൻ ഹിറ്ററാണ്. അയാളൊരു വളരെ 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 പ്രതീക്ഷയുള്ളതാണ്. ഇപ്പം നിലവിൽ പ്രതീക്ഷയുള്ളത് സഞ്ജുവിൽ പ്രതീക്ഷയുണ്ട്. നമുക്ക് അടുത്ത കളിക്ക് വരുമ്പോൾ സഞ്ജുവിൽ പ്രതീക്ഷയുണ്ട്. ഓഫ് കോഴ്സ് തിലക് വർമ്മ സൂപ്പർ, നല്ലൊരു പ്രതീക്ഷയുണ്ട്. ശിവം ദുബെ, ഈ ഒരു 3 ബാറ്റ്സ്മാൻമാരുടെ ഇതിലാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ ടീം. പിന്നെ സൂര്യകുമാർ ഓഫ് കോഴ്സ് പുള്ളി ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് നിന്ന് സാഹചര്യങ്ങൾക്കനുസരിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ 4 പേരുടെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റൊക്കെ ഓക്കെയാണ്. അർഷദീപ് സിംഗിന്റെ ഒരു വിഷയം, പുള്ളി ഫീൽഡിങ് വളരെ മോശമാണ്. ബുംറ സൂപ്പറുമാണ്, ഒരു രക്ഷയില്ലാത്ത ബോളിംഗാണ്. അതേപോലെ തന്നെ ബ്രേക്ക് ത്രൂ കിട്ടേണ്ട സമയത്ത് ബ്രേക്ക് ത്രൂ ഫീൽഡേഴ്സിലൂടെ ക്യാച്ചിങ് ഗ്രിപ്പിലൂടെ അത് കിട്ടിയില്ലെങ്കിൽ ബോളേഴ്സ് മൊത്തം തകരും. ശരിക്കും ബുംറയ്ക്ക് അത് ആദ്യം ഒരു ബ്രേക്ക് ത്രൂ കിട്ടിയിരുന്നെങ്കിൽ ബുംറ വേറെ രീതിക്ക് ഈ കളി അവർ ഫിനിഷ് ചെയ്തേനെ ഇന്ത്യൻ ബോളേഴ്സ്. ബട്ട് അത് കൊടുക്കാൻ ഫീൽഡേഴ്സിന് സാധിച്ചില്ലെങ്കിൽ ബോളേഴ്സ് ഓഫ് കോഴ്സ് തകരും. അപ്പോൾ ഈ കളി കൊണ്ടൊന്നും കാര്യമില്ല. കുറച്ചും കൂടി ഫീൽഡിങ് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കി അത് മൂവ് ചെയ്തെങ്കിലേ കാര്യമുള്ളൂ കൊണ്ടുപോകുന്നുണ്ട്. ശിവൻ ദുബൈക്ക് ഓവർ കൊടുത്തിട്ടില്ല. കാര്യം റിസ്ക് ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ഓവർ കൊടുക്കുന്നില്ല. അതേപോലെ പാണ്ഡ്യക്ക് അടിമേടിക്കാൻ തുടങ്ങി. പാണ്ഡ്യക്ക് വിക്കറ്റ് കിട്ടുമായിരുന്നു. പാണ്ഡ്യയുടെ സ്ലോ ബൗൺസറിലാണ്. പക്ഷെ സ്ലോ ബൗൺസറൊക്കെ ഇപ്പൊ അടിക്കാൻ തുടങ്ങി. കരുത്തരായ ടീമുകൾ സ്ലോ ബൗൺസറെല്ലാം അടിക്കും. അവരടിച്ചു കഴിഞ്ഞാൽ 6 പോകും. അത് വെസ്റ്റ് ഇൻഡീസ് ആയാലും സൗത്ത് ആഫ്രിക്ക ആയാലും അത് റിസ്ക് ആണ്. സ്ലോ ബൗൺസറിലൊക്കെ അവർ അടിക്കും. കുറച്ചും കൂടി പാണ്ഡ്യ വേറെ രീതിക്ക് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. സഞ്ജുവിന് വിധിച്ച പോലെ തന്നെയായിരുന്നു ഈ ഒരു കളി മൊത്തം പോയിരുന്നത്. അവസാനം എടുത്ത ആ ഒരു 10 റൺസൊക്കെ വേണ്ടി വരുമ്പോൾ എടുത്ത ആ ഒരു 6ഉം 4ഒക്കെ എന്ന് പറയുന്നത് ഒരു തൻ്റെ ദിവസം ഇതേപോലെ ഒരു ദിവസം ഇനി സഞ്ജുവിന് വരികയില്ല. വരുമെന്ന് സംശയമുണ്ട്. കാരണം ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒത്തുചേർന്നൊരു ദിവസം. സഞ്ജു അടിക്കുമ്പോൾ വേറൊരു പ്രത്യേകതയുണ്ട്. സഞ്ജു അടിക്കുന്ന ദിവസം സഞ്ജു മാത്രമേ അടിക്കാറുള്ളൂ. അപ്പോൾ ഇതിന് കുറച്ചും കൂടി ഒരു മൈലേജ് അവിടെ കിട്ടും. ഞാൻ ഇതിനുമ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ പടം 1-2 വട്ടേ സഞ്ജുവിനെ പറ്റി നല്ലത് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ആ കളിച്ച കളികളൊക്കെ ബാക്കിയുള്ള ടീമുകൾക്ക് ബാറ്റ്സ്മാൻമാർക്ക് അധികം പെർഫോം ചെയ്യാൻ പറ്റാറില്ല. ആ പിച്ചിൽ സഞ്ജുവിന് മാത്രം. അപ്പോൾ എന്തൊക്കെയോ ഒരു പ്രത്യേക ഒരു ഭാഗ്യവും ടാലന്റും സഞ്ജുവിനുണ്ട് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ബട്ട് ഇവിടെയുള്ള ഈ അന്ധ ഫാൻസ് പറഞ്ഞ പോലെ ബാക്കിയുള്ളവരുടെ പേജിൽ ചെന്നിച്ച് അവരെ തെറി പറഞ്ഞ് അവരുടെ കഴിവുകളെ മോശമാക്കി കളിച്ച് അങ്ങനെ ചെയ്യണത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. സഞ്ജുവിൻ്റെ കഴിവുകൾ എന്താണെന്ന് ഇത്രയും കാലഘട്ടം നമ്മളെല്ലാവരും കാണുന്നുണ്ട്. പരിമിതികൾ എന്താണെന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത് ഉൾക്കൊണ്ട് സഞ്ജു ചെയ്യണ പോലെ ഹാർഡ് വർക്ക് ചെയ്ത്
2 ദിവസത്തിനായിട്ട് കാത്തിരിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. വളരെ സിൻസിയർ ആയിട്ടുള്ള പ്ലെയറാണ്. ഏത് ടീമും ഏത് ക്യാപ്റ്റനും ഏത് കോച്ചും ആഗ്രഹിക്കുന്ന ഏത് അവസ്ഥയിലും ടീമിനൊപ്പം ടീമിന്റെ വിജയത്തിനും ടീമിന്റെ ഒരു ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ലൈവായിട്ട് നിൽക്കുന്ന ഒരു പ്ലെയറാണ്. ആ ഒരു മൈൻഡ് സെറ്റ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചിലപ്പോൾ പറഞ്ഞ പോലെ സഞ്ജുവിന്റെ ഡിസിപ്ലിൻ ആകാം, വിശ്വാസമാകാം, സൂപ്പറായിട്ടുണ്ട്.